ഇന്നലെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മിഥുൻ എന്ന പേരുള്ളൊരു കുട്ടി മരണപ്പെട്ട വാർത്ത കേരളം ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. മനുഷ്യർക്കെല്ലാവർക്കും അതൊരു വേദനയായി, ദുഃഖമായി ഇപ്പോഴും നിൽക്കുകയാണ് എന്നതാണ് വസ്തുത. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി അത് മാറിപ്പോയെന്നത് വസ്തുതയാണ്. ഈ പ്രശ്നത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തേടി 2 മന്ത്രിമാരും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോടും നാട്ടുകാരോടും പറഞ്ഞത് ആ റിപ്പോർട്ട് കിട്ടിയാലുടൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്നാണ്. അത്തരമൊരു മാതൃകാപരമായ നടപടിയാണ് കേരളം ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്ന മന്ത്രിമാരുടെ ഉറപ്പ് ഞാനും ആവർത്തിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു വശം ആ കുട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി എങ്ങനെയാണ് ആ കുട്ടിയെയും കുടുംബത്തെയും സഹായിക്കാൻ കഴിയുക. അപ്പോൾ വൈദ്യുതി ബോർഡ് ഇതിനകം തന്നെ ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അവർ ആ കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് സംബന്ധിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പരിഹാരമാർഗങ്ങൾ, സഹായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മൂന്നാമത്തേത്, ഭാവിയിൽ ഇത്തരം പ്രവർത്തന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുത്തിരുന്നെങ്കിലും ആ നിർദ്ദേശങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ പാലിച്ചില്ല എന്നാണ് ആ വസ്തുത വിദ്യാഭ്യാസ മന്ത്രി തുറന്നു തന്നെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലൊന്നും ആർക്കും മറ്റൊരു നിലപാടില്ല. എന്നെ സഹായിക്കണം, ശിക്ഷിക്കണം, മേലാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിൽ വ്യക്തതയോടുകൂടിയ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ആ നിലപാടുമായി ബന്ധപ്പെട്ടവരെല്ലാം സഹകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഇന്നലെ മന്ത്രി ചിഞ്ചു റാണി നടത്തിയൊരു പരാമർശമുണ്ട്, വലിഞ്ഞു കയറിയതാണ് അപകടത്തിന് കാരണം എന്നൊക്കെ. അല്ല, അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു ട്യൂണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാകും. അത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു പ്രഥമ ദൃഷ്ടി അവർക്ക് തോന്നിയിട്ടുള്ളൊരു കമൻസിൻ്റെ അതിൻ്റെ മുമ്പിലും പിന്നിലും അവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണോ അല്ല സ്വയം പരിശോധനയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ പറഞ്ഞത് എന്നത് അതൊരു തർക്കമാക്കേണ്ടതില്ല. അത് അവർ തന്നെ വിശദീകരിക്കും എന്താണ് അവർ ഉദ്ദേശിച്ചത്. കാരണം അവരതിന് മാത്രം പ്രാപ്തിയായ ഒരു മന്ത്രിയാണ്. ഈ NCP ദേശീയ നേതൃത്വത്തിന് നിലപാട് നിയമസഭാ അംഗത്വം പോലും റദ്ദാക്കുമെന്നൊക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ MLA ആണ്. അല്ല, വഴങ്ങിയില്ലെങ്കിൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, വഴങ്ങാൻ ഇപ്പോൾ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ വഴങ്ങണം. എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ഒരു അധികാരവും പ്രഫുൽ പട്ടേലിനില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ദേശീയ തലത്തിലുണ്ടായ ഒരു മഹാരാഷ്ട്രയിൽ മാത്രം ഉണ്ടായിട്ടൊരു പ്രശ്നമാണ്. ദേശീയ കൺവെൻഷൻ വിളിക്കുകയോ ദേശീയ സമ്മേളനം വിളിക്കുകയോ ആ സമ്മേളനത്തിൽ 2 അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയോ 2ആയി പിടറുകയോ ചെയ്തൊരു സംഭവമല്ല. എന്നാൽ ഇന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയും നേതാക്കന്മാരുടെ പ്രതികരണത്തോട് മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ അമിത്ഷാ ചട്ടുകമായി ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ അവരാണ്, ശരത് പവാറാണ് യഥാർത്ഥ
NCP എന്ന് പ്രഖ്യാപിച്ചത്. ആ തീരുമാനത്തിനെതിരെയുള്ള പരാതിയുമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നവരെ ഒരു നടപടി സ്വീകരിക്കാൻ ആർക്കും തന്നെ അധികാരമില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്ന അദ്ദേഹമാണ് യഥാർത്ഥ NCP എന്നാണ്. അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അദ്ദേഹം NCP-കാരനാകുമ്പോൾ അദ്ദേഹം ഏത് ഭരണഘടനയിൽ വിശ്വസിച്ചാണ് ആ പാർട്ടി തുടരുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്? പാർട്ടി ഭരണഘടനയാണ്. ആ പാർട്ടി ഭരണഘടനയിൽ എവിടെയെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവി ഉണ്ടോ? NCP-യുടെ നിലവിലുള്ള ഭരണഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ല. അത് താൽക്കാലിക അറേഞ്ച്മെൻറ്റുകളാണ്. അപ്പോൾ നിയമപരമായ അധികാരമില്ലാത്തൊരു പദവിയിലിരുന്നു കൊണ്ട് ഒരംഗത്തിനെതിരെയും ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. ആ കാര്യം ബഹുമാനപ്പെട്ട പ്രഫുൽ പട്ടേൽ മനസ്സിലാക്കാതെ പോയതാണോ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നെനിക്കറിയില്ല. അദ്ദേഹം അത് സ്വയം ചിന്തിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കും.